Hi friends, welcome back to my channel. Ethakkaboli ennu ende oru weakness aanu. പണ്ടൊക്കെ കോളേജിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി നല്ല ഏത്തക്കാബോളി ഒക്കെ കഴിക്കാറുണ്ട്. ഇപ്പോഴും നാട്ടിൽ ഏതെങ്കിലും ക്യാൻറ്റീനിൽ ഞാൻ പോവുകയാണെങ്കിൽ അവിടെ ഞാൻ ഏത്തക്കാബോളി ആദ്യം ചോദിച്ച് മേടിച്ച് കഴിക്കും. അതുപോലെ തന്നെ ഇവിടെ ഏത്തക്ക നല്ലത് കിട്ടുകയാണെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് ബോളി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഒരു ഏത്തക്കാബോളി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ ഏത്തക്കാബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത 4 ഏത്തക്ക, 1.5 കപ്പ് മൈദാമാവാണ്, 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഇച്ചിരി ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അരിപ്പൊടി എടുക്കുന്നത്. അതുപോലെ പഞ്ചസാര ആവശ്യത്തിന്, ഉപ്പ് ഒരു 1/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഒരുപാട് ഉപ്പ് വേണ്ട, നമ്മൾ പഞ്ചസാര ഇടുന്നതുകൊണ്ട്. പിന്നെ ഒരു അല്പം ബേക്കിംഗ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ 1-2 നുള്ളി സോഡാപ്പൊടി ഇട്ടാലും മതിയാവും. ഇതൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു അല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ മഞ്ഞ കളറൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല. ഞാൻ കൂടുതലും മഞ്ഞ കളറിനും ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാണ്. പിന്നെ ഒരല്പം ജീരകം, ഒരു 2 നുള്ളി ജീരകം ഇടുന്നുണ്ട്. എള്ള ഇഷ്ടമുള്ളവരാണെങ്കിൽ എള്ള് ചേർക്കുന്നതും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്നത് നമ്മുടെ മൈദാമാവും അരിപ്പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അതിനകത്തോട്ട് ഞാനിപ്പം ബേക്കിംഗ് പൗഡറോടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇച്ചിരി. അതുപോലെ പഞ്ചസാര നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു. നമുക്കിത് ഇത്ര ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ല മിക്സ് ആക്കിയ ശേഷം അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് അതൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ മതി, ഒരുപാട് ലൂസായി പോകണ്ട. ഒരുപാട് ലൂസായാൽ നമുക്കതിൽ ഏത്തക്കയിലോട്ട് ഇത് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ടേക്ക് നമുക്ക് ഏത്തക്ക റെഡിയാക്കാം. നമുക്കൊരു 3 പീസാക്കാം ഒരു ഏത്തക്കയെ. അപ്പോൾ ഇങ്ങനെ ചെറിയ പീസുകളാക്കി ഏത്തക്ക ഞാൻ മുറിച്ച് വെച്ചു. ഇനി നമുക്കത് ഒരു പാത്രത്തിനകത്ത് നല്ലപോലെ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി, എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചുകൊണ്ട് വേണം നമുക്കിത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കാം. നോക്കണം, അത് ഇടയ്ക്ക് കരിഞ്ഞൊന്നും പോകുന്നില്ലെന്നും ഉറപ്പ് വരുത്തണം. ഒന്നുകൂടെ ഒന്ന് തിരിച്ച് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലോട്ട് ഇങ്ങനെ ഒന്ന് കോരി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് പാത്രത്തിലോട്ട്, ഞാനിപ്പോൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഞാൻ വയ്ക്കുവാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കാബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഇത് നല്ലപോലെ പഴുത്തമായതുകൊണ്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം നമ്മൾ ഇതിന് ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ടുണ്ടാക്കിയതുകൊണ്ട് ഇതിങ്ങനെ ഒത്തിരി എണ്ണ കുടിച്ചിരിക്കുന്ന ഒരു ഫീലും ഇല്ല.
അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിനൊരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഇനിയും ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ